ഒരു രാത്രി ഫുള്ള് ഞാൻ കരഞ്ഞിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് അല്ല. ഫസ്റ്റ് റിപ്പീറ്റിൽ ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എനിക്ക് ഇനി വർക്ക് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റും എന്നൊരു തോട്ടിലാണ് ഞാൻ സെക്കൻഡ് റിപ്പീറ്റിലേക്ക് ഇറങ്ങുന്നത്. സെക്കൻഡ് റിപ്പീറ്റ് ഞാൻ മാക്സിമം വർക്ക് ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പറ്റുന്നത് ഞാൻ മാക്സിമം ചിലപ്പോൾ ബോർഡർ പുഷ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റും. എന്റെ ബോർഡറിന്റെ ലെവലിൽ ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ ആ 635 എന്ന മാർക്കിൽ നിന്നും ഒരു സൂപ്പർ റിപ്പീറ്റ് എന്റെ ലൈഫിൽ ഏറ്റവും ഒരു ടഫ് ഡിസിഷൻ ആയിരുന്നു. സൂപ്പർ റിപ്പീറ്റ് ഞാൻ റിപ്പീറ്റിന് ബോർഡർ പുഷ് ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ, സൂപ്പർ റിപ്പീറ്റ് ശരിക്കും ഞാൻ എന്റെ ബോർഡർ പുഷ് ചെയ്ത് തള്ളിയിട്ടു. കാരണം എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ അത്രയും ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അത്രയും ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സ്കോറിന്റെ ഒരു ചാഞ്ചാട്ടം, അതേപോലെ പഠിക്കുമ്പോൾ ചിലപ്പോൾ ടഫായിട്ടുള്ള ടോപ്പിക് വരുമ്പോൾ ഈവൻ ദോ സൂപ്പർ റിപ്പീറ്റ് ആണെങ്കിലും ചില ടോപ്പിക്സ് കാണുമ്പോഴത്തേക്ക് ഒരു ടഫ് തോന്നിക്കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന, ഞാൻ ഇത്രയും വല്ലതും ആയില്ലേ എന്നിട്ടും എനിക്കിത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊരു തോട്ടൊക്കെ അത് നമ്മൾ എന്തായാലും കുറച്ചാൾ വേട്ടയാടും. ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെന്റ് MBBSയിലേക്കാണ്. ഇത്രയും വർക്കിലൂടെ എന്റെ ഒരു അച്ചീവ്മെന്റ്, എന്റെ ഒരു ഡ്രീമിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ 3 വർഷത്തെ ഒരു വർക്ക്, ആ വർക്കിലൂടെ എന്റെ ഡ്രീമായ ഒരു ഗവൺമെന്റ് MBBS എന്നൊരു സീറ്റിലേക്ക് ഞാൻ എത്തുമ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പി തന്നെ ആയിരുന്നു. ഡോക്ടർ നിക്കോൺ പരിപാടിക്ക് നമുക്ക് സ്റ്റെത്തിട്ട് എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ആ മൊമെന്റിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഹാപ്പിനെസ്